സ്റ്റാലിൻ സാർ, ന്യൂനപക്ഷ പദവി വീണ്ടും ചർച്ചയാവുകയാണ്. ന്യൂനപക്ഷ പദവി വീണ്ടും ചർച്ചയാവാൻ കാരണം ചിലരെങ്കിലും അതിന്യൂനപക്ഷ പദവി എന്ന ഒരു രീതിയിലേക്ക് കൂടി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതുകൂടി വേണം എന്നുള്ളതിലേക്കാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവർ ന്യൂനപക്ഷ പദവി അർഹിക്കുന്നവരാണ്. നിലവിൽ ന്യൂനപക്ഷ ഭാഗത്തേക്ക് വയ്ക്കാമെങ്കിലും അവരാണോ ന്യൂനപക്ഷ പദവി യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർ, അല്ലെങ്കിൽ ആരാണ് ന്യൂനപക്ഷ പദവിയുടെ യഥാർത്ഥ അർഹത ആർക്കാണ്? ഈ ന്യൂനപക്ഷ പദവി എന്ന് പറയുന്നത് ഭരണഘടന ഉണ്ടാക്കി ഇപ്പൊ കൊടുത്തൊരു ആനുകൂല്യമാണ്. അതായത് SC ST സംവരണം ഉണ്ടാക്കി അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് എന്തായാലും വേണമെന്നുള്ളതിന് പകരം സംവരണമോ അല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങളോ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം അന്ന് രാജ്യത്തിനില്ലായിരുന്നു. അതിന് ന്യൂനപക്ഷ പദവി എന്ന് പറഞ്ഞ ഒരു പദവി കൊടുത്തു. പക്ഷെ അത് വളരെയധികം ദുരുപയോഗപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ രണ്ടാമത്തെ പോപ്പുലേഷൻ ആയിട്ടുള്ള ജിഹാദി എന്ന് പറയുന്നത് ന്യൂനപക്ഷമല്ല, ശരിക്കും അവർ സെക്കൻഡ് മെജോറിറ്റിയാണ്. ജിഹാദി ന്യൂനപക്ഷമല്ല, സെക്കൻഡ് മെജോറിറ്റിയാണ്. പക്ഷെ അവര് കഴിഞ്ഞ 80 വർഷമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനിക്കും സിഖിനും ബുദ്ധനും ജൈനനും പാഴ്സിക്കും ജൂതനും കൊടുക്കാതെ ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മൊത്തം അവർ തന്നെ തിന്നുകയാണ് ചെയ്യുന്നത്. ഇതാണ് കഴിഞ്ഞ ന്യൂനപക്ഷ വകുപ്പിന്റെ പ്രത്യേകത. 80-20 കേസിൽ കേരള ഹൈക്കോടതി അത് കൃത്യമായിട്ട് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കൂടെ ജിഹാദി തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് സംവരണമാണെങ്കിലും ജോലി ഇതാണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷൻ ആണെങ്കിലും മറ്റ് ട്രെയിനിങ് സെന്റർ ആണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ പേരിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു സെറ്റ് ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നു, ബാക്കിയുള്ളവർ നോക്കിയിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ അതില് അതൃപ്തി ഉണ്ടായതുകൊണ്ടാണ് ക്രിസ്തീയ സഭകൾ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണമെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു തെറ്റുണ്ട്. ആ തെറ്റുണ്ടാന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്നത് സിഖ്, ബുദ്ധൻ, ജൈനൻ, പാഴ്സി, ജൂ ഇവരാണ് മൈക്രോ മൈനോറിറ്റി. ക്രിസ്ത്യാനി മൈക്രോ മൈനോറിറ്റി അല്ല. കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ കുറയുന്നു എന്നുള്ള ഒരു സത്യമുണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും ഇപ്പോൾ മൈക്രോ മൈനോറിറ്റി അല്ല. ഇനി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ഈ കഴിഞ്ഞ 12 വർഷമായിട്ടുള്ള BJP ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ഈ മൈനോറിറ്റി സ്റ്റാറ്റസിന് ഒരു ഡെഫിനിഷൻ കൊണ്ടുവരേണ്ടതായിരുന്നു. 5% താഴെയുള്ളവരാണ് മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് കൊണ്ടുവന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ലാപ്സാണ്. അവർ ആ ഒരു പരിപാടി ചെയ്തിരുന്നെങ്കിൽ ഇനി പ്രശ്നം വരില്ലായിരുന്നു. അവരെന്തോ അതുപോലെ തന്നെ ഈ 1947 ഡിവിഷൻ പ്രകാരം ജിഹാദികൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസോ സ്പെഷ്യൽ പ്രിവിലേജസോ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അനധികൃതമായിട്ട് കോൺഗ്രസും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കൊടുത്തതാണ്. അതുകൊണ്ട് അവർക്കുള്ള എല്ലാ മൈനോറിറ്റി സ്റ്റാറ്റസ് ആനുകൂല്യങ്ങളും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതുപോലെ അവർക്ക് ട്രൈബൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് SC ST ഹിന്ദുക്കൾക്കും ഉള്ളതാണ് ട്രൈബൽ സ്റ്റാറ്റസ്. അതുപോലെ ട്രൈബൽ സ്റ്റാറ്റസ് ജിഹാദികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മണ്ഡൽ കമ്മീഷനിൽ ജിഹാദിയെ കയറ്റി പ്രതിഷ്ഠിച്ചു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി അനീതികൾ ഈ മൈനോറിറ്റിയുടെ പേരിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് മൈനോറിറ്റി സ്റ്റാറ്റസ് അനുഭവിക്കുകയും അതേ സമയത്ത് തന്നെ ട്രൈബൽ സ്റ്റാറ്റസും മണ്ഡൽ സ്റ്റാറ്റസും EWS സ്റ്റാറ്റസും എല്ലാ സ്റ്റാറ്റസും ഈ ജിഹാദി ജനവിഭാഗത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ ഒരാൾക്ക് 2 ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നോക്കിയിട്ട് ഈ മൈനോറിറ്റി ലിസ്റ്റിൽ നിന്നും അവരെ ഒഴിവാക്കേണ്ടതാണ്. അതോടുകൂടി മൈനോറിറ്റി പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് പരിഹരിക്കും. അല്ലാതെ ആർക്കെങ്കിലും സെലക്റ്റീവായിട്ട് മൈക്രോ മൈനോറിറ്റി കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. അനധികൃതമായി മൈനോറിറ്റി സ്റ്റാറ്റസ് അനുഭവിക്കുന്ന ജിഹാദി ജനവിഭാഗത്തിനെ മൈനോറിറ്റി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതോടുകൂടി ഇന്ത്യയുടെ 50% പ്രശ്നങ്ങളും തീരും. കാരണം മൈനോറിറ്റിക്ക് വേണ്ടി, വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് മുടക്കുന്ന പൈസ ഇപ്പൊ യഥാർത്ഥ മൈനോറിറ്റീസിന് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് മൊത്തം വേറൊരു വിഭാഗം കൊണ്ടുപോവുകയാണ്. അപ്പൊ അതാണ് ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള ഫേക്ക് പ്രോമിസുകൾ, ക്രിസ്ത്യാനിയെ മൈക്രോ മൈനോറിറ്റി ആക്കാം എന്ന് പറയുന്നു, അതല്ല അതിന്റെ പരിഹാരം. ക്രിസ്ത്യാനികൾക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതൊരു നാണക്കേടെന്നുള്ളത് കഴിഞ്ഞ് കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ നീതിപൂർവമായ കാര്യം സിഖുകാരെയും ബുദ്ധന്മാരെയും ജൈനന്മാരെയും പാഴ്സിയെയും ജൂതനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള, മൈക്രോ മൈനോറിറ്റിയെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വേണ്ടത്. കാരണം മൈനോറിറ്റി ഫണ്ടിങ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ 50% മുകളിലായി കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ മൈനോറിറ്റികൾ കൊടുക്കും. അപ്പം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നിന്നു പോകുന്നു. ഇപ്പൊ എല്ലാവരെയും മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുന്നതല്ല അതിന്റെ പരിഹാരം. യഥാർത്ഥത്തിൽ മൈക്രോ മൈനോറിറ്റി ആയിരിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുക. അതുപോലെ ജനസംഖ്യ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നവരെ മൈനോറിറ്റിയിൽ ഇടേണ്ട ആവശ്യമില്ല. ജനസംഖ്യ മൾട്ടിപ്ലിക്കേഷൻ നടത്തി മെജോറിറ്റി ആകാൻ ശ്രമിക്കുന്നവർക്ക് മൈനോറിറ്റി അവകാശങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്രമായ നിലപാട്, ധീരമായ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോമിസ് കൊണ്ട് കാര്യമില്ല. മാത്രമല്ല, ഈ 1947 തുടങ്ങി 2025 വരെ
കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ള മൈനോറിറ്റി ഫണ്ടും മൈനോറിറ്റി റൈറ്റ്സും എല്ലാം എങ്ങനെയാണ് ജിഹാദി സമൂഹത്തിന് മാത്രം കിട്ടിയത്? എന്തുകൊണ്ട് അത് സിഖിനും ബുദ്ധനും ജൈനനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ജൂതനും ഒന്നും കിട്ടിയില്ല? ഇക്കാര്യത്തെ പറ്റി ഒരു അന്വേഷണ കമ്മീഷൻ വേണം. ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ 1947 ഡിവിഷനെ ബേസ് ചെയ്ത് വേണം തന്നെ തീരുമാനമെടുക്കാൻ. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഉണ്ടായത്. അത് മറന്നിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ വേണ്ടവർക്ക് 1947 ഡിവിഷൻ പ്രകാരം ആ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കുക. കൂടുതൽ ആനുകൂല്യങ്ങൾ വേണമെന്നും പറഞ്ഞ് ആരെങ്കിലും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ. അല്ലാതെ അവർ ആനുകൂല്യങ്ങൾ കൊടുത്ത് പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ ഇവിടെ നിർത്തിയാൽ അത് കൂടുതൽ അപകടമാവും. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ബുദ്ധിപരമായ തീരുമാനം, ധീരമായ തീരുമാനം BJP ഗവൺമെന്റ് എടുക്കണം. എങ്കിലേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണത്തുള്ളൂ. ഇതാണ് മൈനോറിറ്റി റൈറ്റ്സ്. പിന്നെ കേരളത്തിൽ ഇത് മിസ്യൂസ് ചെയ്തുകൊണ്ട് അനേകം പരിപാടികൾ ഉണ്ടാക്കുന്നുണ്ട്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതും നിർത്തേണ്ടതാണ്. കാരണം രാജ്യം ഉണ്ടെങ്കിലേ കേരളവും സ്റ്റേറ്റും ഒക്കെ ഉള്ളൂ. രാജ്യം നിലനിൽക്കണം. ഈ രാജ്യം നിലനിൽക്കാൻ ആവശ്യമായ രീതിയിലായിരിക്കണം നിയമങ്ങൾ കൊണ്ടുവരേണ്ടതും ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതും. അല്ലാണ്ട് ന്യൂനപക്ഷത്തിന്റെ ചെലവ് ഹിന്ദുക്കൾ മൊത്തം എടുത്തോളാൻ പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ തലയിൽ ഒരു അഡീഷണൽ ഭാരമാവും. ഓൾറെഡി പാവപ്പെട്ട ഹിന്ദുവിന്റെ തലയിൽ ഒരു അഡീഷണൽ ഭാരമാവും ഈ ആനുകൂല്യങ്ങൾ മൊത്തം മൈനോറിറ്റിക്ക് കൊണ്ടേ കൊടുത്താൽ. അത് AK ആന്റണി ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ ഓവറായിട്ട് കളിച്ചാൽ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ രാജ്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാവരുത്, ഇവിടുത്തെ ഹിന്ദുക്കളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാകരുത്. അത് എല്ലാവർക്കും സസ്റ്റെയിൻ ചെയ്യാവുന്ന രീതിയിലാകണം. മൈനോറിറ്റി അല്ലാത്തവർ, സെക്കൻഡ് മെജോറിറ്റിക്കാരൻ എങ്ങനെയാണ് മൈനോറിറ്റി ആനുകൂല്യങ്ങൾ ഈ കഴിഞ്ഞ 80 വർഷം കവർന്നെടുത്തത് എന്നുള്ള കാര്യമാണ് പ്രധാന ഇഷ്യൂ. യഥാർത്ഥത്തിൽ മൈനോറിറ്റി ആയിരിക്കുന്നവന് അത് കിട്ടിയില്ല. ഇനി അത് കിട്ടാൻ എന്ത് നടപടി എടുക്കുന്നു? 12 വർഷമായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് ഒരു ധീരമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. അത് കേരളത്തിന് സ്വീകാര്യമാണേലും അല്ലെങ്കിലും. സർ പറയുകയുണ്ടായി, ജനസംഖ്യാ വർധനവ് മാത്രം ലക്ഷ്യമിടുന്ന ഒരു വിഭാഗത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം ഒരു മുസ്ലിം മതവിഭാഗത്തിനുള്ള ഒരു സ്വാധീനം, അത് നമ്മുടെ കേരള സർക്കാരായാലും അവർ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതൊന്നും അത്ര ചെറുതായിട്ടോ അല്ലെങ്കിൽ നിസാരവൽക്കരിക്കാനോ തള്ളിക്കളയാനോ നമുക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, നിലവിൽ നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം മതവിഭാഗത്തിനുള്ള ഒരു സ്വാധീനം അത് വളരെ വളരെ വലുതാണ്. അത് നമ്മൾ എത്രയൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും അതങ്ങനെയല്ല. അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അത്രയേറെ സ്വാധീനമുള്ള ഒരു മതവിഭാഗത്തെ നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുക? നിങ്ങൾ മൈനർ കമ്മ്യൂണിറ്റി അല്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷ പദവി നൽകേണ്ടുന്ന ഒരു വിഭാഗമല്ല ഇക്കൂട്ടർ എന്ന് നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? അത് 335 എടുത്തത് എങ്ങനെയാ? 370 CA NRC പാസ്സാക്കിയത് എങ്ങനെയാ? പാർലമെന്റിനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർലമെന്റാണ് അത് ചെയ്യേണ്ടത്. പാർലമെന്റിന് ഒരു നമ്പർ, ഒരു ഡിജിറ്റ് കൊണ്ടുവന്നാൽ മാത്രം മതി. അതിന് മാത്രം വലിയ വിഷമമൊന്നുമില്ല. 5% കൂടുതൽ ഉള്ളവർ മൈനോറിറ്റി അർഹതയില്ല. അപ്പൊ ആരുടെയും പേര് പറയണ്ട, ഒരു സമൂഹത്തിന്റെ ഒരു മതത്തിന്റെയും പേര് പറയണ്ട. 5% താഴെയുള്ളവർ മാത്രമാണ് മൈനോറിറ്റി. തീർന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു നിയമം കൊണ്ടുവന്നാൽ മതി. പക്ഷെ അതിനുള്ള പൊളിറ്റിക്കൽ വിൽ കേന്ദ്രത്തിനുണ്ടോ BJPക്ക് ഉണ്ടോ അവരത് ചെയ്യുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ സമൂഹവും സിഖ് ജൈന ബുദ്ധ സമൂഹങ്ങളും അത് ആവശ്യപ്പെടുന്നുണ്ട്. 5% താഴെയുള്ളവർക്ക് മൈനോറിറ്റി റൈറ്റ് കൊടുക്കാവുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന 30% തീറ്റിപ്പോറ്റാൻ ഇവിടുത്തെ 60-70% വരുന്ന ഹിന്ദു അധികം പണിയെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ദുരന്തം കൂടെ ഇതിനകത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് തടയേണ്ടത് ആവശ്യമാണ്. അതായത് ഹിന്ദുക്കളുടെ അധ്വാനത്തിന്റെ ചെലവിൽ ഈ മൈനോറിറ്റികൾ മുഴുവൻ ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല. അത് ജിസിയ ടാക്സ് ആണ്. നമ്മൾ GST ആണ് കൊടുക്കുന്നത്, ജിസിയ ടാക്സ് അല്ല. യഥാർത്ഥത്തിൽ മൈനോറിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജിസിയ ടാക്സ് ആണ്. നമ്മൾ എക്സ്ട്രാ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗത്തിന് ആനുകൂല്യം കൊടുത്താൽ വേറൊരു വിഭാഗത്തിന്റെ ആദായത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് GST തന്നെ ഇപ്പൊ ഹെവിയാണ്. അതിന് പുറമെ ജിസിയ ടാക്സും കൂടെ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതേപ്പറ്റി ഒരു തീരുമാനം എടുക്കണം. മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ആയിട്ട് മൈക്രോ മൈനോറിറ്റീസിന് വേണ്ടി മാത്രമാകണം. അത് തന്നെയാണ് അതിന്റെ പരിഹാരം. അതിലേക്ക് രാജ്യം എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. ടുഡേ, ടുമാറോ ഓർ ഡേ ആഫ്റ്റർ ടുമാറോ. ഇതാണ് അതിന്റെ കൺക്ലൂഷൻ.
യെസ്. എന്തായാലും ആ രീതിയിലേക്ക് പാർലമെന്റിൽ നിന്ന് അത്തരമൊരു നിയമം പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏത് രീതിയിലായിരിക്കും കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്റ്റാൻലി സാർ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതാണ് ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറയുന്നത്. ജനസംഖ്യാ വർധനവിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ജനസംഖ്യാ വർധനവിലൂടെ കമ്മ്യൂണിറ്റിയെ കൂടുതൽ ബിൽഡ് ചെയ്തെടുക്കാം എന്ന് കരുതുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷ പദവി അവർക്ക് എങ്ങനെയാണ് നൽകാൻ സാധിക്കുക എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.